എല്ലാവർക്കും നമസ്കാരം. ജയ് ഗുരുദേവ്. കണ്ണുകൾ അടച്ച് നട്ടെല്ല് നിവർത്തി വെച്ചിരിക്കാം. 3 പ്രാവശ്യം ഓംകാരം ചൊല്ലാനായിട്ട് തയ്യാറാവാം. സാധാരണ ശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഓംകാരം ചൊല്ലാനായി ദീർഘശ്വാസം എടുക്കാം. ഓ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परब्रह्म तस्मै श्री गुरवे नमः. ओम शांति शांति शांति. റിലാക്സ്. സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? യെസ് യെസ്. ജിഷി ചേച്ചി കുറച്ച് ദിവസം കണ്ടില്ലല്ലോ, ലീവായിരുന്നോ? രണ്ടുപേരും കാണായിരുന്നു, രണ്ടുപേരും ലീവായിരുന്നു. ഇരട്ടകളാണോ? വെരി ഗുഡ്. ഓക്കെ, റൈറ്റ്. കം ബാക്ക്, വെൽക്കം ബാക്ക്. യെസ്, എല്ലാവർക്കും സുഖം അല്ലേ? ഹാപ്പി അല്ലേ? യെസ്. ഈ പുഞ്ചിരി, പുഞ്ചിരിയാണ് അല്ലേ സന്തോഷം അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെ സിമ്പിൾ. അതെങ്ങനെയാ നമുക്കറിയാം? ഞാൻ വളരെ സന്തോഷത്തിലാണ്, ചിദാനന്ദ രൂപനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖം ദേഷ്യം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല അല്ലേ? അല്ലേ? എവിടെയെന്നറിയോ? ഞാനിവിടെ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് മോസ്കോയിൽ ഇസ്കോണിൻ്റെ ഒരു സെൻറ്ററിൽ പോയിരുന്നു. അപ്പം ഞാനും എൻ്റെ കൂടെ വന്ന റഷ്യക്കാർ അവരോട് പറഞ്ഞു, നമ്മുടെ വല്ല ആത്മീയ പ്രസ്ഥാനവും അവരെല്ലാം ആനന്ദത്തിലാണ്, ജപവും കാര്യങ്ങളൊക്കെ. അവിടെ പോയപ്പോൾ ആൾക്കാരൊക്കെ വളരെ ടെൻഷനിൽ. എന്തെന്ന് വെച്ചാൽ അവരിങ്ങനെ ഫിനാൻസ് കാര്യങ്ങൾ അത് ഇത്. അപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞ് ഇങ്ങനെയല്ലല്ലോ കണ്ടത് എന്ന്. അപ്പോൾ നമ്മളിനി ഈശ്വരൻ്റെ കൂടെയല്ല, ഇനി ഭഗവാന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിൽ പോലും, ശ്രീകൃഷ്ണൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ആ സന്തോഷം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. സത്യത്തിൽ ജ്ഞാനത്തിൽ നിന്നിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല എന്ന് പറയണം. മുഖത്ത് പുഞ്ചിരിയില്ലെങ്കിൽ ഒരു കാര്യമില്ല എന്ന് പറയണു. എന്ത് വേണം? ഇതിൻ്റെയൊക്കെ ആത്മീയമായ പുരോഗതിയുടെ ലക്ഷണം എന്തെന്ന് ചോദിച്ചാൽ, സ്ട്രെസ് ഇല്ലാതെ ശാന്തമായ അവസ്ഥ എല്ലാ സമയത്തും, എല്ലാ സമയത്തും. എല്ലാം സുഖമായ സമയത്ത് സമാധാനമായി ശാന്തമായിരിക്കലല്ല, എല്ലാം റെഡിയായ സമയത്ത് എല്ലാം ശരിയാക്കിയിട്ട് എല്ലാവരും എന്നെ നല്ലത് പറഞ്ഞിട്ട് എല്ലാവരും എനിക്ക് എല്ലാം ചെയ്ത് തന്നിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായി, ശരീരവേദനകളൊക്കെ മാറി എല്ലാം റെഡിയായി പെർഫെക്റ്റായിട്ട് ഞാൻ പുഞ്ചിരിക്കാം എന്ന് വിചാരിച്ചാൽ അത് ജ്ഞാനമല്ല. തലയുടെ മുകളിൽ പ്രശ്നം, മൂക്കോളം വെള്ളം എന്ന് പറയില്ലേ? മൂക്കോളം വെള്ളം, ഒരു രക്ഷയില്ല. ആകെ പ്രശ്നം, ഒരു രക്ഷയില്ല. ആലോചിച്ചിട്ടൊരു അന്തമില്ല, ആലോചിക്കാതിരുന്നാൽ ഒരു കുന്തമില്ല എന്നൊക്കെ പറയൂല്ലേ? ഇതുപോലെ ഇങ്ങനെ അത്രയും പ്രശ്നം ഇരിക്കുമ്പോഴും ഇയാളെ ഇതൊന്നും ബാധിക്കാതിരിക്കുന്നുണ്ടോ? ഒരു വ്യക്തിയെ ഇതെല്ലാം ബാധിക്കാതെ നമ്മൾ സ്വാഭാവികമായി പുഞ്ചിരിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെയാണ് ജ്ഞാനം കൊണ്ട് നമുക്ക് ഉപയോഗം. അല്ലെങ്കിൽ ജ്ഞാനം ഭാരമായി മാറും. ഇതിനേക്കാൾ വലിയ ഭാരം വേറെ ഇല്ല എന്നാ പറയാം. ഒരു കല്ലെടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ താഴെ ഇറക്കി വെക്കാം അല്ലേ? ഭാരം കൂടിയാൽ പറ്റുമോ? പറ്റില്ലേ? പറ്റും. പക്ഷെ ജ്ഞാനം അങ്ങനെയല്ല. ഈ ജ്ഞാനം നമ്മൾ ശ്രവിക്കുമ്പോൾ അത് ജ്ഞാനമായി തന്നെ നമ്മളിൽ എത്തിയിട്ടില്ലെങ്കിൽ അതൊരു അറിവായിട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷനായിട്ട് ഇതിങ്ങനെ തലയിൽ കിടക്കും. ഇനി വേറെ ആര് പറഞ്ഞാലും അത് നമ്മൾ അക്സെപ്റ്റും ചെയ്യില്ല. അത് അഹങ്കാരം ഉണ്ടാക്കല്ലാതെ ജീവിതത്തിൽ ഒരു സുഖം തരില്ല. ജ്ഞാനമായി അത് അതുകൊണ്ടാണ് നമ്മളെ അദ്ദേഹത്തിൻ്റെ പേരെന്താ, ദക്ഷിണാമൂർത്തി സ്വാമി, അദ്ദേഹം എങ്ങനെയാണ് ശിഷ്യന്മാർക്ക് ജ്ഞാനം പകർന്നു കൊടുത്തത്? സൈലൻസിലൂടെയാണ് അത്ര. എന്താണ്? സൈലൻസിലൂടെയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഇത്ര പറഞ്ഞിട്ടും ഒന്നും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ലല്ലോ. എത്ര നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വീണ്ടും വിഷമം വരുമ്പോൾ ദുഃഖിക്കില്ലേ? അയ്യോ, തകർന്നു പോവില്ലേ? സ്വാഭാവികമാണ്.
എങ്കിലും നമുക്ക് പിടിച്ച് കയറി വരാൻ എന്തോ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ വിഷമത്തിലും, അല്ലേ? ആണല്ലോ. വിഷമം വരുമ്പോൾ ഇപ്പോഴും തകർന്നു പോകും, വിഷമിക്കും. എങ്കിലും വിഷമം അനുഭവിച്ചു കൊണ്ടിരുന്ന നേരത്തെ എത്ര നേരം അനുഭവിച്ചോ അത്ര നേരം ഇപ്പം അനുഭവിക്കേണ്ടി വരുന്നില്ല. അതിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞു വന്നു. വേഗം അതിൽ നിന്ന് കയറി വരാൻ പറ്റി. നേരത്തെ ഒരവിടെ ഓടുമ്പോൾ വീണ് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കുമായിരുന്നു. ഇപ്പോൾ എഴുന്നേറ്റ് വീണ്ടും ഓടാനുള്ള ഊർജം കിട്ടി വീണ് കഴിഞ്ഞാൽ. അങ്ങനെയാണ്. ഇതാണ് പ്രോഗ്രസ്, സ്പിരിച്വൽ പ്രോഗ്രസ്. ഓക്കെ. അപ്പോൾ ശരി, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ്. നമ്മളെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? നമ്മൾ ചോദിക്കില്ലേ, നീ നീ എന്താ വിചാരിച്ചിരിക്കുന്നത്, നീ എന്താ എന്നെക്കുറിച്ച് വിചാരിക്കണം, ചോദിക്കില്ല ആൾക്കാരോട്? ഉണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ നീ എന്താ, നിന്റെ ഭാവം എന്താ, അല്ലേ, നിന്റെ വിചാരം എന്താ എന്നൊക്കെ ചോദിക്കില്ലേ? അല്ലേ? ഉണ്ടോ ഇല്ലയോ? ചോദിച്ചിട്ടുണ്ടാവും. പിന്നെ ഇല്ല അത്രേ. എല്ലാവരോടും ചോദിക്കും. അല്ലെങ്കിൽ മനസ്സിൽ പറയാം, അവൻ്റെ അഹങ്കാരം, അല്ലേ, അയാളുടെ വിചാരം. ഇത് സ്വാഭാവികമാണ് ഇങ്ങനെ. അപ്പൊ നമ്മളെക്കുറിച്ച് എന്തൊക്കെയൊക്കെയോ വിചാരിച്ച് വെച്ചിട്ടുണ്ടല്ലേ? എന്താണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്? ഞാനൊരു വ്യക്തിയാണ്, അല്ലേ, മനുഷ്യനാണല്ലേ. ചിലപ്പോൾ ആൾക്കാർ നിങ്ങളൊരു മനുഷ്യനാണോ എന്ന് ചോദിക്കുമല്ലേ? നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ എന്ന് ചോദിച്ചിട്ടില്ലേ? ചോദിക്കും ചിലപ്പോൾ. എന്നുവെച്ചാൽ മനുഷ്യത്വം ഇല്ലായ്മയാകുമ്പോൾ മനുഷ്യനാണോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ വിചാരിച്ചിട്ട് ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു പുരുഷനാണ്, ഞാൻ എന്തോ ആണ്, അങ്ങനെ പല, അല്ലേ, പല പല കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഉറച്ച വിശ്വാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കുന്നത്. നമ്മളിങ്ങനെ വിചാരിച്ച് വെച്ചിരിക്കുകയാണ്, ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു പുരുഷനാണ്, ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു യോഗ ഇൻസ്ട്രക്ടറാണ്, അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വരികളിൽ ചോദിക്കുന്നു, ആരാണ് നീ എന്ന്. രമണ മഹർഷി ചോദിച്ച വലിയൊരു ചോദ്യം അത് തന്നെയാണ്. ആരാണ് നീ? ആരാണ്? ഹൂ ആർ യു എന്ന് ചോദിക്കും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ, രമണ മഹർഷിയുടെ വെച്ചാൽ ഹൂ ആം ഐ, ആരാണ് ഞാൻ ആരാണ് എന്ന് വെച്ചാൽ മറ്റേ കുതിരവട്ടം പപ്പു പറഞ്ഞതുപോലെ പറയാൻ പറ്റില്ല. താൻ ആരാണെന്ന് തനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന് എന്നതല്ല. ഏ അതുപോലെ ഈ ഞാൻ ആരാണ്, ഈ വ്യക്തി, ശരിക്കും യഥാർത്ഥത്തിൽ ഞാൻ എന്ന് പറയുന്ന സാധനം എന്താ? അത് ഞാൻ എന്തോ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്, ദുഃഖമുണ്ട്, വേദനയുണ്ട്. പക്ഷെ ഞാൻ എന്തോ ആണ് എന്ന് തീരുമാനിച്ചാലും പ്രശ്നമാണ്. ഇപ്പൊ നോക്കൂ, ഞാൻ ഈ പറയുന്ന ശരീരമല്ല, ശ്വാസമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഞാൻ ആ, ഒരു ചൈതന്യമാണ് എന്ന് വിചാരിച്ചു വെച്ചോളൂ. അങ്ങനെ വിചാരിച്ചാൽ പോലും ചൈതന്യം പറഞ്ഞ എന്തോ ഒരു സാധനം ഉണ്ടെന്ന് നമ്മുടെ മനസ്സ് കണക്ക് കൂട്ടി വെക്കും. അതിന് ഒരു രൂപം ഉണ്ടെന്നോ, ഒരു രൂപം വരും, അല്ലേ? ഒരു എനർജി, ഒരു ലൈറ്റിൻ്റെ ഒക്കെ പറയും. നിങ്ങൾ പ്രകാശമാണ്, ശാന്തിയാണെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഒരു പ്രകാശത്തിൻ്റെ നാളമായിട്ട് നമ്മൾ സങ്കല്പിക്കും. ഇങ്ങനെ സങ്കല്പത്തിലും നമ്മൾ, അല്ലെങ്കിൽ നാട്ടുകാർ പറഞ്ഞ നമ്മൾ ഇങ്ങനെ ഓരോ വ്യത്യസ്ത തരം നമ്മളുടെ കാഴ്ചപ്പാടായിട്ട് നമ്മളെ കണക്ക് കൂട്ടും. അങ്ങനെ ഇത് മനസ്സിലാക്കി ഞാനൊരു ശരീരമാണ്, അല്ലെങ്കിൽ ഞാൻ വ്യക്തിയാണ്, ഞാൻ അല്ലെങ്കിൽ ഒരു പൊസിഷൻ വഹിക്കുന്ന ഒരാളാണെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ തന്നെ ഇരുന്ന് എന്ത് ചെയ്യും? ഒരു ദിവസം മരിച്ചു പോകുമ്പോൾ പറയും, അപ്പോൾ പറയും, എന്തോ പോയപ്പോൾ നമ്മളുടെ പേരും പോയി, പൊസിഷനും പോയി, എല്ലാ സ്ഥാനവും പോയി. എന്ന് അയാൾ അവിടെ തന്നെ ഉണ്ട്. നോക്കൂ, മരിക്കാനായ ഒരാളെ ഒരു കണ്ണാടി കൂട്ടിലിട്ട് വെച്ചു എന്ന് വെച്ചോളൂ. മരിച്ചു കഴിഞ്ഞിട്ടല്ല, അത് നാട്ടിലുള്ള ആചാരം. മരിച്ചു കഴിഞ്ഞിട്ട് കണ്ണാടി കൂട്ടിലിടുന്ന നാട്ടിൽ. മരിക്കുന്നതിന് മുമ്പ് അയാളെ കണ്ണാടി കൂട്ടിലിട്ട് നന്നായിട്ട് പൂട്ടി വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ജീവൻ പുറത്തു പോവോ? പോവില്ലേ? ജീവൻ അവിടെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരും മരിക്കില്ലല്ലോ ലോകത്ത്. മരിക്കാനായി എന്ന് വെച്ചാൽ അയാളെ കൊണ്ട് എല്ലാ മക്കളും വരട്ടെ, അതുവരെ കണ്ണാടി കൂട്ടിലിട്ട് പൂട്ടി വെക്കുന്ന വെച്ചാൽ അവിടെ ഇരിക്കുകയെ.
കണ്ണാടി കൂട്ടിലിട്ടാൽ ചിലപ്പോൾ അങ്ങനെ പൂട്ടി വെച്ച് കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞ് മരിക്കണാൾ അപ്പം തന്നെ മരിക്കും, ശ്വാസം കിട്ടാതെ. ആണോ അല്ലയോ? ആണോ അല്ലയോ? അപ്പോൾ ഒരാള് എങ്ങനെ തന്നെ അയാളെ സൂക്ഷിച്ചു വെച്ചാലും മരിച്ചു പോകും. എത്ര തന്നെ പ്രൊട്ടക്ട് ചെയ്താലും കാറ്റ് കയറാത്ത സ്ഥലത്ത് ഈ ജീവൻ പോകണം. അപ്പൊ ഈ ജീവൻ എന്താ? അപ്പൊ ഈ ജീവൻ ഒരു രൂപമുണ്ടോ, ഭാവമുണ്ടോ? അപ്പൊ ഈ ജീവനെ എന്തെങ്കിലും ബന്ധിപ്പിക്കാൻ പറ്റുമോ? ഈ ആത്മാവ് പറഞ്ഞ സാധനത്തിന് എന്തെങ്കിലും ബന്ധിപ്പിച്ച് വെക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് നമുക്ക് അറിയില്ല, ഞാൻ എന്താണെന്ന് എനിക്ക് അറിയേയില്ല. എന്തോ എന്നിൽ നിന്നും പോയപ്പോൾ എന്നെ ശവം എന്ന് വിളിച്ചു. ഞാനിപ്പോൾ ഇനി നിങ്ങളെ എന്ന് പറഞ്ഞ ദേഷ്യം വരുമല്ലോ. ഇനി ആരെങ്കിലും നാളെ ഇനി സെഷന് വരാതിരിക്കുമോ? നോക്കൂ, ഞാൻ കാര്യമായിട്ട് ഒരു സെഷന് കയറി കഴിഞ്ഞാൽ അയാൾ അവിടെ ഇരുന്നിട്ട് എന്നെ ശവം എന്ന് പറഞ്ഞു എന്ന് പറയരുത്. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പറയാം. ഓക്കെ. ഇപ്പം അച്യുതാനന്ദൻ അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഞാൻ, ഏ നാളെ എൻ്റെ കാറ്റ് പോയി കഴിഞ്ഞാൽ എന്നെ അച്യുതാനന്ദനെ എപ്പോഴാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്ന് ചോദിക്കുമോ? ഇപ്പൊ പേടിക്കണ്ട, ഇത് സംഭവിക്കാനുള്ളത്. അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. ഞാൻ എന്താ, ഓ കുട്ടി ഇങ്ങനെ പറയാൻ അങ്ങനെ വിചാരിക്കണം. നാളെ ഞാനും പെട്ടിയിൽ കയറി കിടക്കാനുള്ള ആളാ, എല്ലാവരും, അല്ലേ? അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും നേരത്തെ മരിച്ചതോ ഇനി മരിക്കാനുള്ളവരെ കണ്ടത് വിഷമിക്കൊന്നും വേണ്ട. നമ്മളും പോകാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ. എന്താ പറയാ, എപ്പോഴാ കൊണ്ടുവരിക? യോഗ ഇൻസ്ട്രക്ടർ, യോഗ ടീച്ചറായ അച്യുതാനന്ദൻ ഇന്റർനാഷണൽ ടീച്ചറിനെ അങ്ങനെയാ പറയാ? ബോഡി എപ്പോൾ വരും ചോദിക്കും, അല്ലേ? ആണോ അല്ലയോ? ബോഡി അപ്പോൾ എന്താ പോയത്? പോയ സാധനം ഡോക്ടർമാർക്ക് പോലും അറിയില്ല. പോയ സാധനം എന്താന്ന് ഡോക്ടർമാർക്ക് പോലും. അപ്പോഴും നമ്മൾ പറയണു, ഞാൻ ഈ ശരീരമാണ്, ഞാൻ എൻ്റെ ലുക്കാണ്, ഈ കാണുന്ന രൂപമാണ് എൻ്റെ, അതാണ് ഇതാണ്. പോയ സാധനം എന്താന്ന് ഇനി ആർക്കും അറിയില്ല. പോയ സാധനത്തിന് ആരെങ്കിലും കണ്ടോ? കാണാൻ പറ്റിയോ ആർക്കെങ്കിലും? കാണാൻ പറ്റിയിട്ടില്ല. ഇയാൾ മരിച്ചു, ഇതാ പോയി പോയി ഇതാ പോയി ഇതാ ശരീരത്തിൽ നിന്ന് ഒരു സാധനം പോണു കണ്ടോ? അതൊക്കെ സിനിമയിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു സാധനം പോണത്. അപ്പൊ ഏതോ ഒരു സാധനം, ഏതോ ഒരു വസ്തു എന്തോ ആയിക്കോട്ടെ, ആ സാധനം ഈ ശരീരവുമായി കണക്ട് ചെയ്ത് നിന്നപ്പോൾ ഈ ശരീരം പ്രവർത്തിച്ചു, കാര്യമായിട്ട് എല്ലാം ചെയ്തു, ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കണു, കാര്യങ്ങളൊക്കെ വർക്കാവണു, സംസാരിക്കണു, കാണുന്നു, കേൾക്കണു, ആരുടെയോ ഭർത്താവായി, ആരുടെയോ ഭാര്യയായി, ആരുടെയോ മക്കളായി, എന്തോ പൊസിഷൻ വഹിക്കുന്ന വ്യക്തിയായി. അങ്ങനെ നമുക്ക് എല്ലാ റോളും വന്നു. ഏതോ ഒരു സാധനം പോയപ്പോൾ കംപ്ലീറ്റ് ബൂം, എല്ലാം പോയി. എന്ന് വെച്ചാൽ ഇവിടെ, അല്ലേ, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു കുത്തി കഴിഞ്ഞാൽ പാട്ട് പാടും, അതുപോലെ ക്യാമറ വരും, ഫോട്ടോ വരും, വീഡിയോ വരും, ആളുകളോട് സംസാരിക്കാം, എല്ലാം ചെയ്യാം. ബാറ്ററി ചാർജ് കഴിഞ്ഞാൽ ബൂം, അതിനെ കൊണ്ടൊരു ഉപയോഗമില്ല. ഇതുപോലെ ഏതോ ഒരു വസ്തു ഉള്ളിലുള്ളിടത്തോളം നമ്മളൊക്കെ നമ്മളായിരിക്കണം. നന്നായി ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇത് വെറും വെറും വേദാന്തമല്ല, വേദാന്തമേ അല്ല. ഇത് ഇത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മതി. ഇത് ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞത്രേ, വേദത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് അത്രേ. ഇതങ്ങോട്ട് വിശ്വസിക്കേണ്ട, ഇവിടെ ആരും വിശ്വസിക്കണ്ട. എൻ്റെ കൂടെ ഒരാളും വിശ്വാസികളെ വേണ്ട. അറിയുക, അറിയില്ല എന്ന 2 കാര്യം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ അറിയുക, അല്ലെങ്കിൽ അറിയില്ല. ദൈവത്തിന് അറിയോ? ദൈവമുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് വിശ്വാസം ഇവിടെ ആർക്കും വേണ്ട. ഈ വിശ്വാസികളെ കൊണ്ട് തോറ്റു. ഇവിടെ ഒരു വിശ്വാസിയും വേണ്ട. ഒന്ന് അറിയുക, ദൈവത്തിന് അറിയണം. എന്ത് ചെയ്യണം? ബുദ്ധി മതി ദൈവത്തിന് അറിയാം. ഇനി ബുദ്ധിക്ക് അതിനും അപ്പുറത്തുള്ള ഒരു സാധനമൊന്നും വേണ്ട. എൻ്റെ കഴിവിനും അപ്പുറത്ത് എന്തോ ഇവിടെ നടക്കുന്നുണ്ട് കാര്യങ്ങൾ. എൻ്റെ ശരീരത്തിൽ ഞാൻ ഇത് എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നത്? എങ്ങനെ ഹൃദയം കൃത്യമായിട്ട് ഇത്ര പ്രാവശ്യം അടിക്കുന്നത്? ആരെങ്കിലും ഇവിടെ വന്നിട്ട് കീ തരണ്ട? രാവിലെ എഴുന്നേറ്റ് എൻ്റെ തലയിൽ നിന്ന് ചുരുട്ടി വിടന്ന് ഈ ഹൃദയം ഇത്ര അടിക്കട്ടെ, ശ്വാസകോശം ഇത്ര നേരം പ്രവർത്തിക്കണം, ഇവിടെ ആരെങ്കിലും കീ തന്നിട്ട് പോകുന്നുണ്ടോ രാവിലെ? ഇല്ല. ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം, നിങ്ങളൊക്കെ റോബോട്ടാ. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ? തലയിൽ വന്നിട്ട് രാവിലെ ആരെങ്കിലും കീ തരുന്നുണ്ടോ? ഇല്ല. ഇത് ഇങ്ങനെ പ്രവർത്തിക്കുക, ഈ ശരീരം, മനസ്സ്, ബുദ്ധി, ഇങ്ങനെ അറിയാത്ത സൂക്ഷ്മതലങ്ങൾ. അപ്പോൾ ഏതോ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കണം. എന്നിട്ട് നമ്മൾ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്, ഞാൻ ഈ പറയുന്ന ആളാണ്, ഇങ്ങനെയാണത്. ആരാണ് നീ എന്ന് ചോദിച്ചു. അറിയോ ആരാണെന്ന്? അറിയില്ല. നെഞ്ചിയമ്മ പറഞ്ഞ പോലെ അറിയില്ല.
അറിയില്ല അല്ലേ? പറയില്ലേ നഞ്ചിയമ്മ, അറിയില്ലേ? അറിയില്ല. അതുപോലെ പറയണേ, എനിക്കറിയില്ല. ഞാൻ ആരോ ആണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം വന്നു. ഞാനൊരു സ്ത്രീയാണ് വിശ്വസിച്ചു, ഞാനൊരു സ്ത്രീയാണെന്ന് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് അപ്പോൾ ആരെങ്കിലും ചോദിക്കും നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ, കഴിഞ്ഞു, ജീവിതം കഴിഞ്ഞു. എന്നെ അങ്ങനെ അയാൾ പറഞ്ഞു. ഞാനൊരു പുരുഷനാണെന്ന് വിശ്വസിച്ചു, നിങ്ങളൊക്കെ ഒരു പുരുഷനാണോ, ഇനി നിങ്ങളൊരു ഗ്രഹനാഥനാണ് എന്ന് വിചാരിച്ചു, നിങ്ങളൊക്കെ ഒരു ഗ്രഹനാഥനാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കഴിഞ്ഞു. ഇതുപോലെ എല്ലാം നമ്മുടെ വിശ്വാസമാണ് ഇത്ര പ്രശ്നത്തിനും കാരണം. അറിവില്ലായ്മ. അറിയുന്ന കാര്യത്തിന് വിശ്വസിക്കാനുണ്ടോ? നിങ്ങൾക്ക് മൂക്കുണ്ട്, ഇത് നിങ്ങളുടെ വിശ്വാസമാണോ അറിവാണോ? ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് മൂക്കുണ്ട് എന്ന്. ഇങ്ങനെയാണോ പറയാ? ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് മൂക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇങ്ങനെയാണോ പറയാ? എനിക്ക് മൂക്കുണ്ടത് എനിക്കറിയാം, അല്ലാതെ എനിക്ക് ശ്വസിക്കാൻ പറ്റില്ല. യെസ്. അതുപോലെ ചോദിക്കുന്നു, ആരാണ് നീ? ആരാണ് നിന്റെ മാതാപിതാക്കൾ എന്നോട് ചോദിക്കും. ആരാണ് നിന്റെ മാതാപിതാക്കൾ? നമ്മൾ വിചാരിക്കണം മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും. വേറെ ഒരു സെഷനിൽ കണ്ടു, ഒരാളിങ്ങനെ തമിഴ് ഒരാളാ അത് പറഞ്ഞതാ. ഉം, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ മക്കള് നിങ്ങൾ മൂലം ഈ ലോകത്തേക്ക് വന്നു, അത്ര മാത്രമേ നമ്മൾ അവർ തമ്മിൽ ഒരു ബന്ധമുള്ളൂ. ബാക്കി നമ്മുടെ കാര്യങ്ങളൊന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അച്ഛൻ നല്ല എഞ്ചിനീയറാണ്, എന്നാൽ മോനെ നല്ലൊരു എഞ്ചിനീയർ ആക്കി അവനെ കൊണ്ട്. അച്ഛൻ നല്ല ഡോക്ടറാണ്, എന്നാൽ മോനെയും കൂടെ ഡോക്ടർ പഠിപ്പിച്ച്. ഇതുപോലെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കർമ്മങ്ങളാണ് എന്നോട് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബന്ധങ്ങളൊക്കെ എന്തെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നമ്മുടെ വിശ്വാസം മാത്രമാണ്. ശരീരം എടുക്കാൻ രണ്ട് ശരീരത്തെ നമ്മൾ സഹായം അഭ്യർത്ഥിച്ചു, ആ ശരീരങ്ങൾ വഴി നമ്മൾ ഈ ശരീരം എടുത്തു വന്നു. ഇവിടെ ലോകത്ത് പ്രവർത്തിക്കാൻ ഒരു ശരീരം ആവശ്യമാണ്. അപ്പൊ രണ്ടാളുകളുടെ സഹായത്തോടെ ഒരു ശരീരം കടം വാങ്ങിച്ചിട്ട് ഇവിടെ വന്നു. ആണോ അല്ലയോ? ആണ്. ഇതാണ് സത്യം. അപ്പൊ ഞാൻ ആരാണ് നിന്റെ? ഇതുപോലെ ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ട്. നേരത്തെ ആരാണ് നിന്റെ ഭാര്യ? ആരാണ് നിന്റെ ഭാര്യ? ഭാര്യനെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഭാര്യ ചിലപ്പോൾ തല്ലും. അങ്ങനെയൊന്നും ചോദിക്കരുത്. ആരാണ് എൻ്റെ ഭാര്യ എന്ന്, അല്ലേ? ഭർത്താവ് അങ്ങനെയൊന്നും പോയി ചോദിക്കരുത്. ആരാണ് എൻ്റെ ഭാര്യ? നിങ്ങൾക്ക് ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ മനുഷ്യ ചോദിക്കും. അപ്പോൾ ആരാണ് നിന്റെ ഭർത്താവ്, ആരാണ് നിന്റെ മക്കൾ? ഇങ്ങനെയുള്ള നമ്മൾ എന്താന്ന് വെച്ചാൽ ലോകത്തിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതൊക്കെയാണ്. ഈ ജീവിതം, ലോകം, ഫാമിലി, കുടുംബം, ഇതെൻ്റെ മക്കൾ, ഇതെൻ്റെ ബന്ധുക്കൾ, ഇതൊക്കെയാണ് സത്യം. ഇവരൊക്കെ വരും, ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വയസ്സായി മരിക്കുക, ഇത്ര പ്ലാനാണ്. ഇതൊക്കെ നന്നായി വിശ്വസിച്ചിരിക്കുകയാണ്. ഈ വിശ്വാസം പാടെ അതുകൊണ്ടാണ് മോഹമുത്കർ എന്ന് പറഞ്ഞത്. ഒലക്കയാണ് ഇങ്ങനത്തെയുള്ള വിശ്വാസങ്ങളിലെയും അന്ധവിശ്വാസത്തിനൊക്കെ അടിച്ചു പൊളിക്കുക. എന്ന് വെച്ചിട്ട് നാളെ പോയിട്ട് പറയരുത് മക്കളോടോ ആൾക്കാരോടൊന്നും. ആത്മീയമായി പുരോഗതി വരാത്ത ആൾക്കാരോട് പോയിട്ട് ഇങ്ങനെയൊന്നും പറയരുത്. ഇവിടെ ഞാൻ ഈ സെഷൻ ഡിസ്കസ് ചെയ്യുന്ന വെച്ചാൽ ഇതിലെല്ലാവരും ഏകദേശം അതിൻ്റെ സ്പിരിച്വൽ മെച്യൂരിറ്റി ഉള്ളതുകൊണ്ടാണ്. ഏ ഞാൻ ആരാണ് എനിക്കറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ചിലപ്പോൾ വിളിക്കും അങ്ങോട്ടേക്ക്. ഇവിടെ ഒന്ന് ഒരു ആംബുലൻസ് അയച്ചു കൊടുത്ത്, ചെറിയ പ്രശ്നമായിട്ടുണ്ട് എൻ്റെ ഭാര്യയ്ക്ക്. ഏഹ് എന്താണെന്നറിയില്ല, ഇന്നലെ മുതൽ ഇങ്ങനെ പറയണു, നമുക്ക് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തു പറയണു? പരമാർത്ഥത്തെ അറിയൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് പരമാർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കൂ, സത്യത്തെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് പറഞ്ഞു. ഇതെങ്ങനെ ചിന്തിക്കാൻ പറ്റും? അനുഭവത്തിലൂടെയാണ്. ഓഷോ പറഞ്ഞിട്ടുണ്ട്. ഓഷോ, അയ്യോ ഞാൻ വീണ്ടും പറയാൻ പാടില്ല, ശരി, ഒരു മഹാനായ വ്യക്തി, ഒരു ആത്മജ്ഞാനി ഏ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, വേറെ ഗുരുക്കന്മാരുടെ ഒന്നും പേര് പറയില്ല എന്നുള്ളത്. അപ്പോൾ ഒരു ആത്മജ്ഞാനി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കല്യാണത്തിന് പോകുന്നതിനേക്കാളും, കല്യാണമൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയില്ലേ, കല്യാണത്തിന് പോയിട്ട് കഴിഞ്ഞ ദിവസം കൂടെ ആരോ പറഞ്ഞിരുന്നു കല്യാണത്തിന് പോയിട്ട് പായസം കുടിച്ചിട്ട് എത്ര ദിവസമായെന്ന്. ഹോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കല്യാണത്തിനൊക്കെ പോവില്ലേ, ഇതിനേക്കാൾ കൂടുതൽ എവിടെയാണ് പോകണമെന്ന് ചോദിച്ചാൽ മരണത്തിന് പോകണത്രേ.
നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്ത്? മരണം, അല്ലേ? നമ്മളും മരിക്കാൻ പാടില്ല, ആരും മരിക്കാൻ പാടില്ല ഇവിടെ ഈ ലോകത്ത്, അല്ലേ? അങ്ങനെയല്ലേ? ആണോ അല്ലയോ? ആരും ഇവിടെ മരിക്കരുത്. മരണത്തിന് പോകൂ. മരണം ചടങ്ങുകൾ, എന്നിട്ട് എന്ത് ചെയ്യണത്രേ? ആ വ്യക്തിയുടെ ശരീരം കത്തി കത്തി ഇല്ലാതാവുന്നത് കണ്ടു നിൽക്കൂ. അതിനെക്കുറിച്ച് ആലോചിക്കാനേ വയ്യ. എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? സുഖമുള്ള പരിപാടിയാണോ? ഓ, മനസ്സ് വേദനിക്കും. അയ്യോ, എന്തിനാ ഈ വേദനയുടെ കാര്യം? ആ, ഞാനും ശരീരമാണ്, അയാളും ശരീരമാണ്. അയ്യോ, അയാൾ ഇല്ലാതായി. എന്താണ് ശരീരം ഇല്ലാതായി? അയാൾ ശരീരമാണെന്ന് വിശ്വസിക്കുന്നിടത്തോളം നമുക്ക് വിഷമമുണ്ടാവും. ഞാൻ ശരീരമാണെന്ന് വിശ്വസിക്കുന്നിടത്തോളം എനിക്കും വിഷമമുണ്ട്. അപ്പൊ ഇത് കാണൂ, തിരിച്ചറിയും, ഇത് ശരീരമല്ല. അതുകൊണ്ടല്ലേ കാശി പോയത്? ആരൊക്കെയുണ്ട് കാശിയിലേക്ക് പോയിട്ടുള്ള ആൾക്കാർ? വാരണാസി 1, 2, 2 പേരല്ല, ഞാനും പോകുന്നുണ്ട്. ഭഗവാനെ, എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ്, ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ നിന്നൊക്കെ ഒരു നോട്ടമുണ്ട്. ഇപ്പോഴേ കാശിക്കോ? ഉം, ഭ്രാന്തുണ്ടോ? ഏ, കാശിക്കോ? ഉള്ളിൽ നിന്നൊരു വലിവ് അങ്ങോട്ടേക്ക്, എന്തോ ഒരു ശക്തിയുടെ ഒരു സ്വാധീനം. ഈ വയസ്സായിട്ടൊന്നുമില്ല അതിൽ. അപ്പോൾ പോയി കഴിയുമ്പോൾ എന്താ കാണുന്നത് അവിടെ? വളരെ മനോഹരമായ പൂന്തോട്ടം അവിടെ, അങ്ങനെയൊക്കെയാണോ കാണുന്നത്? നന്നായിട്ട് ഇങ്ങനെ നമ്മൾ ഈ തൃശ്ശൂർ ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോകുമ്പോൾ മീൻ വറുക്കുന്നത് പോലെ അവിടെ ആളുകളെ പൊരിച്ചുകൊണ്ടിരിക്കുക. മരിച്ചുപോയ ആൾക്കാരെ അവിടെ കൂട്ടത്തിൽ കത്തിക്കുന്നുണ്ടാവും. അത് പിന്നെ ഇനി കരയാനോ നേരം ഒന്നും ഉണ്ടാവില്ല, എല്ലാവരെയും കത്തിക്കുകയാണ്. ഒരാളെ കത്തിക്കുന്നത് കണ്ടാൽ നമുക്ക് വിഷമം വരും. ഇത് നോക്കുമ്പോൾ മീൻ വറുക്കണ പോലെ നിരത്തി കട വെച്ചിരിക്കുന്നത് പോലെ കത്തിക്കൊണ്ടിരിക്കുക. ഇതിന് ആർക്ക് വേണ്ടി കരയും, ആർക്ക് വേണ്ടി വിഷമിക്കും? അവിടെ നമ്മളുടെ അഹംബോധം, ഈ ശരീരത്തോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള എൻ്റെ അഹംബോധം ഈ ശരീരബോധത്തിൽ നിന്ന് മാറി ഒരു അഗാധമായ ഒരു അവസ്ഥയിലേക്ക് വരും. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഒരു ഓപ്പൺ സ്പേസ് ക്രിയേറ്റ് ചെയ്യും. പേടിയുള്ള ആൾക്കാർക്കല്ല, പേടിയുള്ളവർ അവിടെ നോക്കിയിട്ട് അയ്യോ ഭഗവാനെ, അയ്യോ ഇതൊന്നും എനിക്ക് കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പേടിക്കും. കാശി അങ്ങനെയല്ല, അവിടെ അതിലൂടെ എക്സ്പീരിയൻസ് ചെയ്ത് കടന്നു പോകുമ്പോൾ അഗാധമായ ഒരു ഒരു ഇന്നർ സ്പേസ് ക്രിയേറ്റ് ചെയ്യും അവിടെ. അത് ഈ ശരീരബോധത്തിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ശരീരത്തിൽ, മനസ്സിൽ, ബുദ്ധിയിൽ, ലോകത്ത്, ഗോൾഡ് ചെയിനിൽ, കാറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മനസ്സിനെ തിരിച്ചെടുത്ത് സ്വന്തം ആത്മാവിലേക്ക് കൊണ്ടുവരുന്ന ട്രിക്കാണ് ഈ പരിപാടികളൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. അവിടെ കാശിയിൽ പോയി കഴിഞ്ഞാൽ ഇനിയും വീണ്ടും നമ്മൾ കുറച്ചുകൂടെ ഈ എന്താ പറയാ, ഈ അതിനെന്താ പറയാ, സംസ്കാരം, ഒരു ഗുരുവിൻ്റെ സംസ്കാരം, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം, ഇതൊക്കെ ഫോളോ ചെയ്യുന്ന വിഭാഗമാണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കുത്രേ, നിങ്ങൾ ഏതാ ഗോത്രം, ഏതാ ഗുരു, ഇങ്ങനെയൊക്കെ ചോദിക്കുത്രേ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചിതാഭസ്മം ഒറിജിനൽ തരും. ചിതാഭസ്മം വെച്ചാൽ നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചിരുന്ന് ചാണകം കത്തിച്ചിട്ടുണ്ടായിരുന്ന ഭസ്മമാണ്. നല്ല പച്ചച്ചാണകം ഉണക്കിയിട്ട് അതിനെ കത്തിച്ചിട്ട് ഉണ്ടാക്കണം. ഇനി അതിലെന്തൊക്കെ കലക്കണം എന്നറിയില്ല. അതിൽ ചാണകം കഴിക്കുന്ന പശു പണ്ടൊക്കെയാണ്, ഇപ്പോൾ ബിയർ വേസ്റ്റ് ഒക്കെയാണ് കഴിക്കുക. പശു ചാണകത്തിനൊരു ക്വാളിറ്റി ഇല്ല. ഇപ്പം നല്ല പശുവിൻ്റെ ചാണകം കിട്ടാനില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ശരീരം കത്തിച്ചിട്ട്? അതുകൊണ്ടാണ് ഭഗവാൻ ശിവൻ അദ്ദേഹം എന്തിനാ ഭസ്മം ധരിക്കുന്നത്? ഭസ്മധാരിയായിട്ട്. എവിടെയാണ് ആൾ ഇരിക്കുന്നത്? 5 സ്റ്റാർ ഹോട്ടലിലോ? പരമേശ്വരനോടെ ഇരിക്കുന്നത്? താജ് ഹോട്ടലിലോ? ഏ, ഇല്ല, ശ്മശാനം അല്ലേ? ആളുടെ ഫേവറേറ്റ് സ്ഥലം ശ്മശാനമാണ്. ആളെ കാണാൻ നല്ല ലുക്കാണോ? നല്ല ജീൻസ് പാൻ്റ് ഒക്കെയാണോ? നല്ല പുലിത്തോലെടുത്ത് അല്ല, വളരെ ആ എന്താണ് അതിന് ആ അവസ്ഥ? വൈരാഗ്യ അവസ്ഥ, വൈരാഗ്യത്തിൻ്റെ പരമമായ വൈരാഗ്യമായ അവസ്ഥ. അതുകൊണ്ടാണ് കസ്യ സുഖം ന കരോഗി വിരാഗം. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാവുക എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കി, സ്വന്തം ആത്മാവിനെ മനസ്സിലാക്കി ആത്മസാക്ഷാത്കാരം നേടിയ ആൾക്ക് കഴിഞ്ഞ സെഷനിൽ, കഴിഞ്ഞ വരികളിലൊക്കെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ത് സന്തോഷം? എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാകുന്ന സന്തോഷമല്ല. ആരെങ്കിലും നമ്മളെ സുഖിപ്പിച്ചിട്ട് കിട്ടുന്ന സന്തോഷമല്ല.
എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് കുറച്ച് നേരത്തെ ഇങ്ങനെ പുന്നല് കണ്ട എലിയുടെ സന്തോഷം പോലെയുള്ള സന്തോഷമല്ല. ഇത് എന്ത് സന്തോഷം? സത് ചിത് ആനന്ദം എന്ന് പറയുന്നു. സത്യവും ജ്ഞാനവും ചേർന്നിട്ടുള്ളതാണ് സച്ചിദാനന്ദം. ഓക്കെ, സത് ചിത് ആനന്ദം. അത് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യണം. അല്ലാതെ എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ ഭഗവാനെ, ഞാനും ഒരു മനുഷ്യനാണല്ലോ, നാളെ ഞാനും തട്ടിപ്പോകുമല്ലോ, ജീവേഷണയാണ്, മക്കളെന്തായെന്ന് പറഞ്ഞ പുത്രേഷണയാണ്, ജീവിതത്തിൽ കാശില്ല എന്ന് വിത്തേഷണയാണ്, നാട്ടുകാരെന്ത് പറയുന്നു ലോകേഷണയാണ്, ഇങ്ങനെയൊക്കെ ആലോചിച്ചിരുന്ന ജീവിതം ദുരിതവും ദുഃഖം തന്നെയാണ്. അംബാനിക്ക് പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. വെറുതെ അംബാനിയെ പറഞ്ഞ് അയാളെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാന്നല്ല. നിങ്ങൾ എന്നാ കുറെ കാലമായിട്ട് സെഷനിൽ അംബാനി അംബാനി എന്ന് പറയുന്നത് ആൾ വരുമോ? സമ്പന്നനായി എത്ര തന്നെ ലോകത്ത് എത്ര തന്നെ സമ്പന്നനാണെങ്കിലും രക്ഷയില്ല എന്ന് പറയും. ശരീരം സ്വരൂപം തഥാവാകളത്രം യശശ്ചാരു ചിത്രം ധനം മേരുതുല്യം അല്ലേ? മനശ്ചേന ലഗ്നം ഗുരുരംഗ്രി പത്മേ തതയ്ക്കും. പിന്നെ മേരു പർവ്വതം പോലെ ധനമുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തതയ്ക്കും തതയ്ക്കും, എന്തിന്, എല്ലാം വേസ്റ്റ് എന്ന് പറഞ്ഞ. അപ്പം അതാണ്, ആ സത്യത്തിലേക്ക് എത്തണം, അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ തീരുമാനിക്കണം. സമയം കഴിഞ്ഞു, ഇനി നമുക്ക് വാലിഡിറ്റി ഇല്ല. ഇത് കോവിഡ് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്ന് കുറേ പേര് മരിച്ചുപോയി, അല്ലാതെയും മരിച്ചുപോയി, ഒരുപാട് പ്രശ്നങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ടാറ്റ പറയേണ്ട സമയമായി. അപ്പോൾ ഈ പരമാർത്ഥം അറിയാൻ ഇനി വൈകിക്കരുത്. എനിക്ക് സമയമാവട്ടെ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, ചാൻറ്റിങ് ചെയ്യണം, പക്ഷേ എന്താ പറയുക, തിരക്കാണ് എന്നൊന്നും തോന്നരുത്. അയ്യോ എനിക്ക് വിഷമമാണ്, വിഷമം മാറിയിട്ട് ഞാൻ ജപം ചെയ്യാം, എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ഞാൻ മെഡിറ്റേഷൻ സാധനങ്ങളൊക്കെ ചെയ്യാം. കാര്യം മാറുന്നത് വരെ കാലൻ വെച്ചിരുത്തുമെന്ന് ഒരു നിർബന്ധമില്ല. കാലൻ എപ്പോൾ വേണമെങ്കിലും വിളിക്കും. ഇങ്ങനെ കോഴിയെ ചാക്കിട്ടിട്ട് പിടിക്കാൻ നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. എപ്പോൾ ആരെ പിടിക്കുന്ന ഒരു ധാരണയില്ല. ആരുടെ കഴുത്തിലാണ് ആദ്യം കയറ് വീഴുക എന്ന് ധാരണയില്ല. എന്ന് പറഞ്ഞ് പേടിക്കണ്ട. ജപം ചെയ്യൂ, ജപം ചെയ്യൂ, ജപം ചെയ്യൂ, ജപം ചെയ്യൂ എല്ലാ ദിവസവും. കുറേ പേര് ജപം ചെയ്ത് ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. വളരെ നല്ല നല്ല കാര്യം. എല്ലാവരും ജപിക്കണം. ഓക്കെ, എല്ലാവരും ജപിക്കണം. ചാൻറ്റിങ് ഡിവൈസ് ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ജപിച്ച് 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 ചെയ്യൂ. ഇങ്ങനെ എല്ലാ ദിവസവും ജപിക്കുന്നവരുടെ മാനസിക അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. കൂടുതൽ ജപം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായ എക്സ്പാൻഷൻ, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ആ സുഖം, അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ജപിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടോ? ഇല്ലല്ലോ. യെസ്, ഇത് തന്നെയാണ് എക്സ്പീരിയൻസ്. ഇത് ഞാൻ ഇനി പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങൾ ജപിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഇങ്ങനൊരു ഇത് മാറും, അങ്ങനെയൊന്നും. ഇത് സ്വയം അനുഭവിക്കുകയാണ്. പായസം കുടിക്കുന്നത് പോലെ. ആ എന്ത് രസമാണ് പാൽപ്പായസം പറയാനേ പറ്റുള്ളൂ. ആ ഇതാണ് നമ്മൾ കുടിച്ച കാര്യം. അപ്പോൾ എല്ലാവരും ചെയ്യണം. ഓക്കെ, നാളെ പറയോ തിരക്കായിരുന്നു സാറേ പറയരുത്. ഓക്കെ, എല്ലാവരും ജപിക്കണം എപ്പോഴും. ഡിവൈസ് ഉണ്ടെങ്കിൽ വളരെ നല്ലത്. നിങ്ങൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടെ പ്രചോദനമാവും. ആരൊക്കെയൊക്കെ ചെയ്യണ്ട കേട്ടോ എന്നറിട്ടെ. ഇനി ഇല്ലെങ്കിൽ ജപിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇനി കണ്ണുകൾ അടച്ച് നട്ടല നിവർത്തി വെച്ചിരിക്കാം. ഗുരുദേവൻ്റെ ശബ്ദത്തിൽ നമുക്ക് ഓം നമഃ ശിവായ ചെയ്യാൻ തയ്യാറാം. ഓം നമഃ ശിവായ. 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 ഓം നമഃ ശിവായ.
ॐ नमः शिवाय। 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 ॐ नमः शिवाय।
ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। ॐ नमः शिवाय। കണ്ണുകൾ അടച്ചു വെച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ച് ധ്യാനം ചെയ്യാവുന്നതാണ്.
അവധാനം ചുറ്റുപാടിലും സ്വന്തം ശരീരത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം. ഒരു ദീർഘ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തുവിടാം. ഓ കായേന വാചാ മനസേന്ദ്രിയേവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ ഗുരുദേവ പാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവ പാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവ പാദേഷു സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈ സകല ചരാചരങ്ങളുടെ നന്മയ്ക്കും ഈശ്വര സാക്ഷാത്കാരത്തിനും വേണ്ടി എല്ലാവരെയും അനുഗ്രഹിക്കാവുന്നതാണ്. ജയ് ഗുരുദേവ്. അതുപോലെ നമ്മളുടെ ശുഭചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥനയും അനുഗ്രഹവും അതിൽ വയ്ക്കാം. യെസ്, ശുഭചേച്ചിക്കും JP ചേട്ടനും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. എല്ലാ ദിവസവും സെഷന് കയറുന്ന ആളാണ്. വീഡിയോ ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിലും എല്ലാ ദിവസവും കയറാറുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ശരി. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ആനിവേഴ്സറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, നമുക്ക് സെഷനിൽ ആക്കാം. ഓക്കെ, ജയ് ഗുരുദേവ്. നാളെ കാണാം. ഈ പുഞ്ചിരി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നാളെ സെഷൻ വരുന്നത് വരെ. ഓക്കെ ഓക്കെ. ജയ് ഗുരുദേവ്. ടാറ്റ. ഗുഡ് നൈറ്റ്.